സുഭാഷിതം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. But above all, my brethren, do not swear either by heaven or by earth or with any other oath, but let your yes be yes and your no, no, lest you fall into judgment. യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് യാക്കോബ് ലേഖനം എഴുതിയിരിക്കുന്നതെങ്കിലും എല്ലാ കാലത്തും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട നിർദ്ദേശങ്ങളാണ് 1-ാം അധ്യായം മുതൽ അവസാന 5-ാം അധ്യായം വരെ കാണുന്നത്. 5-ാം അധ്യായം ഒന്ന് അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ, അന്യായമായി ധനം സമ്പാദിച്ച് ആഡംബരത്തോടെ മതിമറന്ന് ജീവിക്കുന്നവൻ തങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെ ഓർത്ത് വിലപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവഭയവും മനുഷ്യസ്നേഹവും ഉള്ളവരായി ജീവിക്കണമെന്ന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. കർത്താവിന്റെ പ്രത്യക്ഷ സമീപിച്ചിരിക്കയാൽ ദീർഘക്ഷമയോടും സഹിഷ്ണുതയോടും വിശുദ്ധിയോടും അതിനായി കാത്തിരിക്കണമെന്നും സമ്പൂർണമായ വിശ്വസ്തത പാലിക്കണമെന്നും 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ പ്രാർത്ഥിക്കണമെന്നും സഹോദരന്മാരിൽ ഒരുവൻ തെറ്റിപ്പോയാൽ അയാളെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തി രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്നും 13 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിൽ നാം വായിച്ച 12-ാം വാക്യം അല്പം വേറിട്ട് നിൽക്കുകയാണ്. വിശേഷമായി ഒരു കാര്യം യാക്കോബ് പ്രസ്താവിക്കുന്നു. ചരിത്രപരമായ യഹൂദ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ആണയിടിയിലും സത്യം ചെയ്യലും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദ ക്രിസ്ത്യാനികൾ ആണയിടൽ സമ്പ്രദായം സഭയിലേക്ക് കൊണ്ടുവന്നു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രബോധനങ്ങളിൽ നിന്നും ശാസനകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വിശേഷതയുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാറ്റിനും ഉപരിയായ ഒന്നാകുന്നു. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിലും അറിഞ്ഞോ അറിയാതെയോ കാണപ്പെടുന്ന ഒന്നാണ് ആണയിടിയിലും സത്യം ചെയ്യലും. ഈ വിഷയത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറഞ്ഞത് മത്തായി 5:33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. യാതൊന്നിനെ കൊണ്ടും അശേഷം സത്യം ചെയ്യരുതെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. 37-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും നമ്മൾ സത്യം പറയുന്നുണ്ടെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ലേ ആണയിടിയിലും സത്യം ചെയ്യലും. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ സത്യസന്ധത വളരെ സ്ഥിരതയുള്ളതും ആശ്രയിക്കാവുന്നതുമാകണം. അതിനെ പിന്തുണയ്ക്കുവാൻ ഒരു സത്യം ചെയ്യലോ ആണയിടിയിലിന്റെയോ ആവശ്യമില്ല. യേശു കർത്താവിൽ വിശ്വസിച്ച് നാം പുതിയ സൃഷ്ടികളായി തീർന്നതിനാൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കേണ്ടതാകുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നല്ലോ വായ് സംസാരിക്കുന്നത് എന്ന് വചനം പറയുന്നു. വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് പ്രകടിപ്പിക്കുന്നതിനാൽ അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുവാൻ നമ്മെ ഉപദേശിക്കുന്നു. മത്തായി 12:36 എഴുതിയിരിക്കുന്നത്: എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. യാക്കോബ് തന്നെ എഴുതിയിരിക്കുന്നു: ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം: എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഫലം തരുവാൻ ചെത്തി എന്നെ